നമസ്കാരം. ഞാൻ ഡോക്ടർ ജയപാർവതി, പരബ്രഹ്മ ഹോസ്പിറ്റലിലെ ഡെന്റൽ സർജനാണ്. കുട്ടികളുടെ മോണ പൊങ്ങുന്നതും അതുപോലെ പല്ല് പൊങ്ങുന്നതും അതേപോലെ താടിയലിന് ഉണ്ടാകുന്ന കൂടുതൽ വളർച്ചയും താടിയലിലെ വളർച്ചക്കുറവും ഒക്കെ എന്ത് കാരണം കൊണ്ടാണ് എത്തുന്നതെന്ന് ഉള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. കുട്ടികൾക്ക് കുഞ്ഞിലേ മുതൽ ഉണ്ടാകുന്ന ഓറൽ ഹാബിറ്റ്സ്, അതായത് തം സക്കിങ്, അതേപോലെ നെയിൽ ബൈറ്റിംഗ്, നഖം കടിക്കൽ, അതേപോലെ കുട്ടികൾ വായിക്കൂടെ ശ്വാസം വിടുന്നത്, മൂക്കിക്കൂടെ ശ്വാസം വിടാതെ വായിക്കൂടെ ശ്വാസം വിടുന്നത്, അതേപോലെ ടങ് ത്രസ്റ്റിങ്, നാക്ക് വെച്ചിട്ട് മുന്നിലത്തെ പല്ലും താഴത്തെ പല്ലും ചെറുതായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുന്നത് കാരണം പൊങ്ങുന്നതും ഒക്കെയാണ് പിന്നീട് ഓർത്തോഡോണ്ടിക് ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നതിനുള്ള കാരണം. ഇത് പിന്നീട് ഈ പല്ല് പൊങ്ങുന്നതും ഉള്ള സംഭവത്തിലേക്ക് വരാൻ ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ രണ്ട് പല്ലുകൾ, മുന്നിലത്തെ പല്ലുകളും താഴത്തെ പല്ലുകളും അടയ്ക്കുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് അവിടെ ഉണ്ടാവുകയും അതിന് പറയുന്നതാണ് ഓപ്പൺ ബൈറ്റ് എന്ന്. അതേപോലെയുള്ള സ്പേസ് ഉണ്ടായിട്ട് അവർക്ക് ഒക്ലൂഷൻ, പല അടയ്ക്കുന്നത് കറക്റ്റായിട്ട് ആവാതിരിക്കുകയൊക്കെ ചെയ്യുന്നു. അതാണ് പിന്നീട് ഓർത്തോ ട്രീറ്റ്മെന്റിലോട്ടൊക്കെ നയിക്കാനുള്ള കാരണം. ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിലെ തന്നെ കുട്ടികളിൽ ഈ ഓറൽ ഹാബിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം അതിന് കൃത്യമായ വേണ്ട ട്രീറ്റ്മെന്റ്സ് പ്രിവെന്റീവായിട്ട് നേരത്തെ തന്നെ ചെയ്തു തുടങ്ങണം. ഓർത്തോ ട്രീറ്റ്മെന്റ് 14 വയസ്സ് 12 വയസ്സിലൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ കൊച്ചുകുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ ഈ ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യണം. ഓരോ ഹാബിറ്റിനും ഓരോ അപ്ലയൻസുകളാണ് നൽകേണ്ടത്. കൃത്യമായിട്ട് എന്താണ് ഹാബിറ്റ് എന്ന് കണ്ടെത്തിയതിന് ശേഷമാണ് ഇതിന് ട്രീറ്റ്മെന്റ് നൽകേണ്ടത്. ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ട് പരബ്രഹ്മ ഹോസ്പിറ്റലിന്റെ ഈ പേജ് ഫോളോ ചെയ്യുക.